ന്യായമോദവളാവകുണ്ടനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാഭിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാർ. വൈധവ്യ ദുഃഖം വനീതമാക്കുമില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യോ ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. ബാലമരണമകപ്പെടുമാറില്ല കാലേ വരിഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാ പരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ള തോന്നൂമിളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവരും ഉണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങളൊക്കെയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുണ്ണു
നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തുന്നതിൽ പരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളാകുന്നു മേ വീടിനാർ. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മധ്യന ജന്മന മുക്തി സിദ്ധിക്കുമതീനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥ കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും മതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനി കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദേവാത്മോത്തമായുടനുണ്ടാകുമാതികളെല്ലാം അകന്നു പോം നിർണയം. ദേവപിതൃഗണ താപസ മുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാതരാൽ. നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധബോധം പരമാർത്ഥമിതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഓം അമൃതേശ്വരിയെ നമഃ. രാമായണ പാരായണത്തിന്റെ സമാപന ദിവസമായ ഇന്ന് ശ്രീരാമന്റെ രാജ്യഭാരഫലവും രാമായണ ഫലശ്രുതിയുമാണ് നാം ശ്രവിച്ചത്. ശ്രീരാമചന്ദ്രന്റെ ഭരണകാലത്ത് ഭൂമി സസ്യശ്യാമള കോമളയായിത്തീർന്നു. നാനാതരത്തിലുള്ള പുഷ്പഫലധാന്യങ്ങളാൽ ഭൂമി സമ്പന്നമായി. ഐശ്വര്യസമ്പൂർണമായ ഭൂലോകം വൈകുണ്ഠത്തിന് സമാനമായി പ്രജാക്ഷേമത്തിന് മുൻതൂക്കം കൊടുത്ത് രാജ്യഭരണം നിർവഹിച്ചാൽ ആ രാജ്യം സമ്പൽ സമൃദ്ധവും സ്വർലോക തുല്യവുമായി തീരും എന്ന മഹത്തായ ആശയമാണ് ശ്രീരാമചന്ദ്രന്റെ ഭരണകാലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഭഗവാനോടൊപ്പം താമസിച്ച് ആനന്ദ നിർവൃതിയടഞ്ഞ് വനരാദികൾക്ക് സ്വരാജ്യങ്ങളിലേക്ക് പോകാനുള്ള അനുവാദവും അനുഗ്രഹവും നൽകുന്ന ഭാഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ എണ്ണമറ്റ വിധം ഗോക്കളും അശ്വങ്ങളും ആഭരണങ്ങളും വസ്ത്രാദികളും നൽകി ബ്രാഹ്മണരെ അനുഗ്രഹിച്ചു. 3 ലോകങ്ങൾ കൊടുത്താലും വിലമതിക്കാൻ കഴിയാത്തത്ര ഒരു മാല്യം ശ്രീരാമൻ സീതാദേവിക്ക് നൽകി. ദേവിയുടെ ഇംഗിതമറിഞ്ഞ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് ആ മാല്യം നൽകാൻ അനുമതി നൽകി. പുഞ്ചിരി തൂകിക്കൊണ്ട് സീതാദേവി അത് ഹനുമാന് സമ്മാനിച്ചു. ഭക്തന്മാരിൽ അഗ്രണി, ദൂതന്മാരിൽ ശ്രേഷ്ഠൻ, പരാക്രമണത്തിൽ അത്യുന്നതൻ, സേവകന്മാരിൽ പരമവിശ്വസ്തൻ എന്നീ ഗുണങ്ങൾ തികഞ്ഞ മറ്റൊരാളും ഈ ലോകത്തിൽ ഇല്ല. അതിനാലാണ് നാരായണനായ ശ്രീരാമചന്ദ്രൻ നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനം ലക്ഷ്മി ദേവിയായ സീതാദേവി ഹനുമാന് നൽകിയത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വര സമർപ്പിതമായാൽ ഈശ്വര കൃപയ്ക്ക് പാത്രമാകുമെന്നും ഈശ്വര ചിന്ത കൈവിടാതെ ഭക്തനായി ജീവിക്കുന്നവർക്ക് ഭക്തിയിലൂടെ ബ്രഹ്മപദം പ്രാപിക്കാം എന്നുമുള്ള സന്ദേശമാണ് ഇവിടെ പ്രകടമാകുന്നത്. ശുദ്ധവും ഏകാഗ്രവുമായ മനസ്സോടെ ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുന്നവർക്ക് കേൾക്കുന്നവർക്കും ധനധാന്യ സമൃദ്ധിയും ശത്രുനാശവും ആരോഗ്യവും ഐശ്വര്യവും ദുഃഖനിവാരണവും സന്താനലബ്ധിയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും കൈവരുമെന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് അരുൾ ചെയ്തിട്ടുണ്ട്. രാമായണം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ കൈമാറ്റം തന്നെയാണ് നടക്കുന്നത്. ഓം നമഃ ശിവായ.